സുഹൃത്തുക്കളെ, ഇതൊരു ഇൻഫർമേഷൻ വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും കേട്ടിട്ട് സൗകര്യപ്രദമായൊരു വീഡിയോ എന്ന് തോന്നിയാൽ എല്ലാവരും ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നാളെ മുതൽ സമയം കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല, നാളെ മുതൽ എപ്പോഴാണ് തുടങ്ങണമെന്നൊന്നും. നാളെ മുതൽ അത്താണിയിൽ നിന്ന് ആലുവയ്ക്ക് പോകുമ്പോൾ ആലുവയിൽ ആദ്യം കാണുന്ന പാലം ഉണ്ടല്ലോ, ആദ്യം കാണുന്ന പാലം, അവസാനം കാണുന്ന പാലം മാർത്താണ്ഡവർമ്മ പാലം, ഫസ്റ്റ് കാണുന്ന പാലം മംഗലപ്പുഴ പാലം. മംഗലപ്പുഴ പാലത്തിൻ്റെ അടിത്തട്ടിൽ എന്തോ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് അവിടെ പണി നടക്കുന്നതുകൊണ്ട് ആ പാലം പൂർണ്ണമായിട്ട് ഒരു വശം അടച്ചേക്കാണ്. അപ്പോൾ അതുകൊണ്ട് എയർപോർട്ടിൽ നിന്ന് പോകുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും മറ്റൊരു എളുപ്പ വഴിയിലൂടെ പോകാനായിട്ടുള്ളൊരു വഴിയാണ് നമ്മൾ കാണിച്ചു തരുന്നത്. ഇത് അത്താണി സിഗ്നൽ ജംഗ്ഷൻ. ഈ സിഗ്നൽ ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞു കഴിഞ്ഞാൽ കൃത്യം 3 കിലോമീറ്റർ എത്തുമ്പോൾ വരുന്നൊരു സ്ഥലമാണ് ഈ കാണുന്നത് ദേശം കവലയാണിത്. ഈ ദേശം കവലയിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ഒരു വഴിയുണ്ടോ, ഇതുണ്ടോ ഓട്ടോ സ്റ്റാൻഡ്, ആ ഓട്ടോ സ്റ്റാൻഡിന് നേരെ ഒരു വഴിയുണ്ടോ, ആ വഴിക്കൊക്കെയാണെങ്കിൽ നമുക്ക് പോകേണ്ടത്. എല്ലാവരും ഒരു പക്ഷേ പോയിട്ടുള്ള വഴികളായിരിക്കാം, പക്ഷേ ആലപ്പുഴ, തിരുവല്ല ആ ഭാഗത്തൊക്കെ എയർപോർട്ടിലേക്ക് വന്നവരും പോണവർക്കൊക്കെ എയർപോർട്ടിൽ നിന്ന് പോണവർക്കുള്ള വഴിയാണ് ഈ കാണിക്കുന്നത് കേട്ടോ. ഇത് കണ്ടോ, ഈ റൂട്ടിൽ കിടങ്ങി ഒരു കൃത്യം 4.5 കിലോമീറ്റർ യാത്രയാണ് നമ്മൾ. കൃത്യം 4.5 കിലോമീറ്റർ ഒരു റൈറ്റ് കട്ടിങ് വരും. ആ റൈറ്റ് കട്ടിങ്ങിൽ സൈൻ ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഈ വീഡിയോയിലുണ്ട്. അതിനിടയ്ക്ക് ഉണ്ട് ഒരു റെയിൽവേ ഗേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ പറഞ്ഞ കിലോമീറ്ററിൻ്റെ കണക്കുകൾ കൃത്യമാണ്. അറിയാത്തവർക്ക് വേണ്ടിയാണ്, അറിയാവുന്നവർക്ക് ഇത് സുഖമായിട്ട് പോകാൻ പറ്റിയൊരു വഴിയാണ്. അപ്പോൾ കുരുക്കിൽപ്പെടാതെ പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ വഴിയൊക്കെ സുഖമായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ഇനി ഇവിടെ നമുക്ക് റൈറ്റാണ് പോകേണ്ടത്. ഈ റൈറ്റ് ഉണ്ടോ, അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. ഈ റൈറ്റ് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യം 1 കിലോമീറ്റർ കഴിയുമ്പോൾ 2 പാലമാണ് അവിടെ. ആ 2 പാലം കഴിഞ്ഞ് കൃത്യം 1 കിലോമീറ്റർ കഴിയുമ്പോൾ നമുക്ക് പിന്നെയും റൈറ്റ് ടേൺ ചെയ്യണം. കണ്ടോ, ആ പാലത്തിലെ കാഴ്ചകളാണ് ഇതുണ്ടോ. ഇതാ മംഗലപ്പുഴ പാലം, മാർത്താണ്ഡവർമ്മ പാലം, അതിനുള്ളൊരു സമാന്തര പാലമായിട്ട് വരും ഏകദേശം. ഇതുണ്ടോ, ഈ പാലമൊക്കെ ക്രോസ് ചെയ്ത് നമ്മൾ 1 കിലോമീറ്റർ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇനി അവിടെ നിന്ന് ടേൺ റൈറ്റാണ് എടുക്കേണ്ടത്. കണ്ടോ, അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. റൈറ്റ് പോയി കഴിഞ്ഞാൽ ആലുവ, ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ മൂന്നാറിനും, ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ പെരുമ്പാവൂരിന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്ന് റൈറ്റ് അങ്ങ് പോകണം. ഇവിടെ നിന്ന് റൈറ്റ് അങ്ങോട്ട് പോയിട്ട് ഏകദേശം 3 കിലോമീറ്റർ ചെല്ലുന്നത് പമ്പ് ജംഗ്ഷൻ എന്ന് പറഞ്ഞ കവലയാണ്. കൃത്യം 3 കിലോമീറ്ററിൽ ചെല്ലുന്ന കവല എന്ന് പറയുന്നത് പമ്പ് ജംഗ്ഷൻ. നേരെ കാണാം, ആ ബാങ്കിൻ്റെ കെട്ടിടമൊക്കെ കാണാൻ പറ്റും. ICICIയുടെ ബാങ്കിൻ്റെ കെട്ടിടമാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇനി ഇവിടെ നിന്ന് ലെഫ്റ്റ് എടുക്കുക. ഇനി ലെഫ്റ്റ് എടുത്ത് ചെന്ന് കയറുന്ന സ്ഥലം എന്ന് പറയുന്നത് സീനത്ത് ജംഗ്ഷനാണ്. സീനത്ത് ജംഗ്ഷൻ അവിടെ നിന്ന് കൃത്യം റൈറ്റ് കട്ട് ചെയ്യുക. ഇപ്പോൾ റൈറ്റ് സൈഡിൽ സീനത്ത് തിയേറ്ററും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതൊരു തിയേറ്ററിൻ്റെ സൈഡാണ്, അവിടെ മരമൊക്കെ ഇങ്ങോട്ട് കാണാൻ പറ്റുന്നില്ല. കണ്ടോ, ഈ കാണാനാണ് സീനത്ത് തിയേറ്റർ, ആലുവ സീനത്ത് തിയേറ്റർ. ഇനിയിപ്പോൾ കിലോമീറ്ററിന് കണക്കുകളൊന്നുമില്ല, ഞാൻ വീഡിയോ ഇതിൻ്റെ ഇടയ്ക്ക് കട്ട് ചെയ്തിട്ടില്ല. നേരെ ചെയ്യണ്ട ഒരു ടേണിങ് കഴിഞ്ഞ് വരുമ്പോൾ റൈറ്റ് സൈഡിൽ ഒരു സ്കൂളൊക്കെ കാണാൻ പറ്റും. വണ്ടികളൊക്കെ പാർക്ക് ചെയ്തതിൻ്റെ അപ്പുറം സ്കൂളാണ്. ഇത് കണ്ടോ, ഇത് സ്കൂളാണ്. ഇത് കണ്ടോ. ഇനി നമ്മൾ ആ വഴി റൈറ്റ് ശരിക്കും തിരിഞ്ഞു വേണം. റൈറ്റ് ഒരിക്കലും തിരിയരുത്, നമ്മൾ ലെഫ്റ്റ് തിരിയണം. ഇത് കണ്ടോ, ഭാരവാഹനങ്ങൾക്കൊന്നും പോകാൻ പറ്റില്ല. കണ്ടോ, ലെഫ്റ്റ് തിരിഞ്ഞ് ഇനി ഈ റോഡുണ്ടല്ലോ, ഈ റോഡിൻ്റെ എൻഡിൽ നിന്ന് നമുക്ക് റൈറ്റ് തന്നെ എടുക്കണ്ടേ. ഇത് ഏകദേശം ഒരു 1 കിലോമീറ്റർ ദൂരമുണ്ട്. ഇവിടെ BSNLൻ്റെ ഓഫീസുണ്ട്, വാട്ടർ അതോറിറ്റിയുടെ ഓഫീസുണ്ട് ആലുവ. ഈ റോഡിൻ്റെ എൻഡിൽ എന്ന് പറഞ്ഞാൽ 4 കൂടി കവലയാണ്. അവിടെ നമ്മൾ റൈറ്റാണ് നമുക്ക് എടുക്കേണ്ടത്. കണ്ടോ, ഇവിടെ MLAയുടെ ഓഫീസൊക്കെ ഉണ്ട്, ആലുവ MLAയുടെ ഓഫീസൊക്കെ ഉണ്ട്. ഇനി ഇവിടെ നിന്ന് റൈറ്റ് എടുക്കണം നമ്മൾ. ഒരു പക്ഷേ എല്ലാവർക്കും അറിയാവുന്ന റൂട്ട് തന്നെയായിരിക്കും, അറിയാത്തവർക്ക് വേണ്ടിയാണ്, അറിയാത്തവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഇനി ഇവിടെ നിന്ന് റൈറ്റ് കയറി കഴിഞ്ഞാൽ നേരെ ചെല്ലുന്നത് ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ പടിയിലേക്ക്, അവിടേക്കാണ് ചെല്ലുന്നത്. ആലുവ ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ ബസ് സ്റ്റോപ്പിലേക്കാണ് ഈ റോഡ് ചെല്ലുന്നത്. ഇതുണ്ടോ, നേരെ കണ്ട് ചെല്ലാം. നേരെ കണ്ട് കയറി ചെല്ലുന്നത് കണ്ടോ, ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ ആ ജംഗ്ഷനിലേക്ക്, ആ റൗണ്ടിലേക്കാണ് ചെല്ലുന്നത്. ഇനി ആ ജംഗ്ഷനിൽ കൂടെ നമ്മൾ നേരെ ഉണ്ടോ, നേരെ ചെന്ന് കഴിഞ്ഞാൽ നേരെ ചെല്ലുന്നിടത്തുനിന്ന് തന്നെ കാരത്തുഴി ആശുപത്രിപ്പടിയാണ് അടുത്ത ജംഗ്ഷൻ. അവിടെ നിന്ന് ലെഫ്റ്റ് എടുക്കണം. അവിടെ നിന്ന് ലെഫ്റ്റ് എടുക്കുമ്പോഴാണ് നമുക്ക് പുളിഞ്ചോട് ക്രോസ് ചെയ്ത് എറണാകുളം പോണ റൂട്ടിലേക്ക് കയറുന്നത്. നമ്മളിവിടെ ചെല്ലുന്നിടത്ത് നമ്മൾ ലെഫ്റ്റ് എടുത്ത് പോകണം. നമുക്ക് അത്യാവശ്യം വൈകുന്നേരം കഴിഞ്ഞാൽ അത്യാവശ്യം തിരക്കുള്ള സമയമാണ്. പക്ഷെ നമ്മളിപ്പോൾ കാണിച്ചത് അത്യാവശ്യം ഒരു കുടുക്കമില്ലാത്ത അല്ലെങ്കിൽ ഞെരുങ്ങാത്ത വഴികളാണ് നമ്മൾ കാണിക്കുന്നത്. ഒത്തിരി ചെറിയ വഴികളൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ 2 കാറുകളൊക്കെ വന്നു കഴിഞ്ഞാൽ കൊണ്ടുപോകാനായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. ഇതുണ്ടോ, ഇവിടെ നിന്ന് നമ്മൾ ലെഫ്റ്റ് എടുക്കണം. ഇത് കാരത്തോഴി ഹോസ്പിറ്റലാണ് റൈറ്റ് സൈഡിൽ കാണുന്നത്.
അവിടെ ഈ കാണുന്ന കെട്ടിടം കാരത്തോഴി ഹോസ്പിറ്റലാണ്. ഇവിടുന്ന് നേരെ ചെല്ലുന്നത് നമ്മുടെ ആലുവ 2 പാലമൊക്കെ കയറി ഇറങ്ങി ആലുവയിൽ നിന്ന് കളമശ്ശേരിക്ക് പോകുന്ന വഴിക്ക് ആ മെട്രോൻ്റെ പാലമൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഈ റോഡിൻ്റെ എൻഡ് എന്ന് പറയുന്നത് പുളിഞ്ചോട് ജംഗ്ഷനിലേക്കാണ് ചെല്ലുന്നത്. പിന്നെ എല്ലാവർക്കും അറിയാലോ. പിന്നെ അവിടെ നിന്ന് നേരെ അടുപ്പള്ളി, നേരെ എറണാകുളം, അതുപോലെ തന്നെ ആലപ്പുഴയ്ക്ക് കൊണ്ടവർക്ക് ആലപ്പുഴയ്ക്ക് പോകാം. അതുപോലെ തന്നെ ഏത് ഭാഗത്തേക്ക് വേണമെങ്കിലും തിരിഞ്ഞു പോകാം. അപ്പോൾ എയർപോർട്ടിൽ നിന്ന് നമുക്ക് ആലുവ മംഗലപ്പുഴ പാലം, മാർത്താണ്ഡവരം പാലം, ആലുവ ആ ഭാഗമൊന്നും ടച്ച് ചെയ്യാത്ത രീതിയിൽ ഇപ്പോൾ പുളിഞ്ചോട് വരെ കവർ ചെയ്യാനുള്ളൊരു വഴി ഏകദേശം എല്ലാവർക്കും മനസ്സിലായില്ലേ? മനസ്സിലാവാത്തവർ ഒന്നുകൂടി ഈ വീഡിയോ കാണാം. സൗകര്യപ്രദമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കണ്ടോ മെട്രോൻ്റെ പാലമൊക്കെ കണ്ടോ, ഇപ്പോൾ റെഡി ആയില്ലേ? അപ്പോൾ നമ്മൾ ആലുവയിലെ 2 പാലങ്ങൾ ഒഴിവാക്കി നമ്മൾ ആലുവ ടൗണിൻ്റെ അപ്പുറത്ത് എത്തി വണ്ടി. അപ്പോൾ എയർപോർട്ടിൽ നിന്നൊക്കെ വളരെ അത്യാവശ്യമായിട്ടൊക്കെ പോകണവർക്ക് കുടുക്കിൽ കിടക്കാതെ ഈ ദിവസങ്ങളിൽ പോകാൻ പറ്റുന്നൊരു വഴിയാണിത്. ഓക്കെ.